ഹലോ ഫാമിലി. ഈ വീഡിയോ ചെയ്യണോ വേണ്ടേന്നൊക്കെ ഞാൻ ഒരുപാട് ആലോചിച്ചു. പക്ഷെ എനിക്ക് ഭയങ്കര റിലേറ്റഡ് ആയിട്ട് തോന്നിയൊരു കാര്യമായതുകൊണ്ട് തന്നെ ഇത് പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഹണി റോസിൻ്റെ FB സോഷ്യൽ മീഡിയയിൽ കൂടി സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്നൊരു വകുപ്പ് പ്രകാരം ഒരു 2-3 ദിവസമായിട്ടാണ് പുള്ളിക്കാരി പോസ്റ്റ് ഇട്ടത്. ഒരു 3 ദിവസമായിട്ടുണ്ടാവുള്ളൂ. അപ്പൊ തന്നെ അറസ്റ്റ് നടക്കുന്നു, കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാം നോക്കുന്നു, FB പോലീസ് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് ഗവൺമെന്റിനോട് ചോദിക്കാനുള്ളത്, ഈ പോലീസുകാരോട് ചോദിക്കാനുള്ളത്, സൈബർ സെല്ലിൽ ഒരുപാട് വട്ടം കയറി ഇറങ്ങിയ ഒരാളാണ് ഞാൻ കേട്ടോ. ആദ്യമൊക്കെ ചെറിയ ചെറിയ കാര്യത്തിന് പോയിരുന്നു, പിന്നെയാണ് ഓക്കെ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്, ചെറിയ ചെറിയ കാര്യത്തിനൊന്നും പോകണ്ട. പക്ഷേ നമ്മൾ ആത്മാഭിമാനത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കമൻസും കാര്യങ്ങളും മാറിയപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് സൈബർ സെല്ലിൽ കൊടുത്ത കേസ് വരെ നമ്മൾ പുറകെ നടന്ന് കെഞ്ചി അതിൻ്റെ പുറകെ എക്സ്ട്രീം ലെവലിൽ നടന്നിട്ടാണ് ഒരു ഫോൺ കോൾ വരെ, അത് നമ്മൾ തന്നെ ഈ സൈബർ സെല്ലിൽ കൊടുക്കുന്ന പരാതിയിൽ ഈ പറഞ്ഞവൻ്റെ ഫോണും വീട്ടുപേരും നമ്പർ ഉൾപ്പെടെ കൊടുത്ത കേസ് വരെ ഒന്നും ചെയ്യാതെ നിന്നിട്ടുണ്ട്. ഞാൻ ഈ ഇൻഫോ പാർക്ക് സൈബർ സ്റ്റേഷനിലാണ് കൊടുത്തിരുന്നത് കേട്ടോ, ഓൺലൈനിൽ പരാതി കൊടുത്തതും. പിന്നീട് അവിടെ വലിയ നടപടിയൊന്നും ഇല്ലാതായപ്പോഴാണ് ലാസ്റ്റ് ഉണ്ടായ ഒരു അരുൺകുമാർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മകളെ വരെ പറഞ്ഞ കേസിൽ എൻ്റെ മകളെ, എന്നെ, അപ്പനെ, അമ്മയെ എല്ലാവരെയും പറഞ്ഞ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം മുമ്പ് ഉള്ള അനുഭവം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അവൻ്റെ വീട് ഉൾപ്പെടെ അവൻ്റെ അപ്പൻ്റെ, അമ്മയുടെ, അമ്മാമ്മയുടെ, അനിയത്തിയുടെ, ചേച്ചിയുടെ എന്ന് വേണ്ട എല്ലാ നമ്പറും ഉൾപ്പെടെ നമ്മൾ ആ കേസ് എവിടെ കൊടുത്തു? DCPക്കാണ് അന്ന് കൊടുത്തത് പരാതി. കാരണം സൈബർ സെല്ലിൽ കൊടുത്തിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. DCPക്ക് കൊടുത്തതിൻ്റെ പേരിൽ അന്ന് അത് FIR ഇട്ടു. പക്ഷേ പിന്നീടുള്ള നടപടികളിലെല്ലാം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഈ യൂട്യൂബിന് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്, മെയിൽ അയച്ചിട്ടുണ്ട്, അതായത് ഈ അക്കൗണ്ട് ഉള്ളതാണോ, ഞാനെന്ന് പറയുന്ന അക്കൗണ്ട് ഉള്ളതാണോ എന്നൊക്കെ അറിയാൻ. അപ്പം അതിന് സമയം എടുക്കും. ഇങ്ങനെയാണ് കേട്ടോ പറയുന്നത്, സമയം എടുക്കണം, റിപ്ലൈ വരണമല്ലോ. റിപ്ലൈ നോക്കി ഏകദേശം ഒരു 2 ആഴ്ചയോളം നിന്നു. അത് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെയും അവർക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നും കൂടി വേണം എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിന് പിന്നെ ഇവർ മെയിൽ അയച്ചു എന്ന് പറഞ്ഞു. ഓക്കെ, രണ്ടാമത് മെയിൽ അയച്ചു. ഏകദേശം ഒരു 2-3 മാസമായിട്ടുണ്ടാവും. ഇപ്പോഴും യൂട്യൂബിന് അപ്പം അറിയാല്ലേ ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെയും. അപ്പൊ യൂട്യൂബ് ഇങ്ങനെ വേർതിരിച്ച് നിർത്തിയേക്കാണോ? അയ്യോ ഇത് സാറയാണ്, ഏതൊരു ചീള് കേസ്, ഏതൊരു തള്ളാം. അപ്പുറത്ത് ഹണി റോസ് ആണ്, പെട്ടെന്ന് റിപ്ലൈ കൊടുക്കണം. അതെന്താ മനസ്സിലാവുന്നില്ല? ഹണി റോസ് സ്ത്രീയല്ലേ? ഈ പറയുന്ന സാധാരണക്കാര് സ്ത്രീയല്ലേ? അല്ല ഹണി റോസിന് വേറെ എന്തെങ്കിലും കൂടുതലോ കുറവോ ഉണ്ടോ? ഞാൻ ഹണി റോസിനല്ല ഇതിൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ പറഞ്ഞ കേരള ഗവൺമെന്റിനോടും പോലീസിനോടാ ചോദിക്കുന്നത്, ഹണി റോസിന് എന്താ FBയുടെ റിപ്ലൈ വരാനുള്ള സമയമൊന്നും വേണ്ടേ? FBയുടെ ഒരു സൈബർ സെല്ലിലേക്ക് ഒരു പരാതി ഞാൻ കൊടുത്തിട്ട് ഇപ്പോഴും അതിന് വന്ന മറുപടി എന്താണെന്ന് അറിയോ? ഒരു കിരൺ എന്ന് പറഞ്ഞിട്ടൊരു സൈബർ സെല്ലിലെ പോലീസുകാരനാണ് വിളിച്ചത് തന്നെ. വിളിച്ചിട്ട് പറഞ്ഞത് മിനിമം 2 ആഴ്ച വേണം FBയുടെ റിപ്ലൈ കിട്ടാൻ. എന്താ അപ്പൊ ഹണി റോസിന് ഈ 2 ആഴ്ച ഒന്നും വേണ്ടി വന്നില്ലേ? അപ്പൊ FBക്ക് വ്യത്യാസം കാണണോ? FBയും യൂട്യൂബാണോ ഈ സ്ത്രീകളെ തരംതിരിച്ച് കാണുന്നത്? അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ആണോ? അല്ലെങ്കിൽ പോലീസുകാരാണോ? ഇപ്പൊ ന്യൂസ് കണ്ടിട്ട് വരുവാണ്, ഇൻസ്റ്റാഗ്രാം പോലീസുകാർ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇൻസ്റ്റാഗ്രാം അതായത് സ്ത്രീത്വത്തെ അപമാനിച്ച്, ഞങ്ങളൊന്നും സ്ത്രീകളല്ലേ? ഞങ്ങളെ ഒന്നും സ്ത്രീകളായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? അറിയാമേലാണ്ട് ചോദിക്കുവാണ്. ഈ സ്ത്രീകൾക്ക് എന്തെങ്കിലും മാനദണ്ഡം ഉണ്ടോ? സ്ത്രീ എന്ന് പറയുന്ന വർഗത്തിന് ഫിലിം സ്റ്റാർ ആകണം, അല്ലെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടാവണം, അല്ലെങ്കിൽ ഭയങ്കര സെലിബ്രിറ്റി ആയിരിക്കണം ഈ നിയമത്തിന് എന്നൊന്നും ഉണ്ടോ? എനിക്ക് അറിയാമേലാണ്ട് ചോദിക്കുവാണ്. ഒരു റിക്വസ്റ്റ് ആണ്. ഞങ്ങളെയൊക്കെ കാറ്റഗറി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരുവാണെങ്കിൽ പിന്നെ നമ്മൾ ഈ സൈബർ കേസായിട്ട് വരാനോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വരാനോ ഒന്നും നിൽക്കണ്ടല്ലോ. നമ്മളൊക്കെ വളർന്ന് വലുതായി സെലിബ്രിറ്റിയൊക്കെ ആയിട്ട് വന്നാൽ മതിയല്ലോ. അപ്പൊ ഇവർക്ക് പെട്ടെന്ന് ആക്ഷൻ ഉണ്ടാവുക. സാധാരണപ്പെട്ട സ്ത്രീകൾ പുറകെ നടന്ന് കെഞ്ചി വിളിച്ച്, സാറേ എന്തായി സാറേ, എന്തായി സാറേ, അറസ്റ്റ് വരെ വേണ്ട കേസുകൾക്ക് പുറകെ നടന്ന് ചോദിക്കേണ്ട അവസ്ഥ. മനസ്സിലായോ? ഇത് സ്ത്രീത്വത്തെ അപമാനിച്ചു. അത് ദ്വയാർത്ഥം വരുന്നത്. ഇത് ദ്വയാർത്ഥമൊന്നുമല്ല, നേരിട്ടുള്ള അർത്ഥത്തിൽ സംസാരിച്ചിട്ട് പോലും ഒരു നടപടി എടുക്കുന്നില്ല. അപ്പൊ നമുക്ക് ഈ കേരളത്തിലുള്ളവർക്കൊക്കെ, കേരളത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാനെന്നല്ല, ഒരു 10 പേര് ഉള്ളിൽ തോന്നിയാലും പ്രതികരിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇവിടത്തെ ഒരു നിയമം എന്ന് പറയുന്നത്, പോലീസിന് ഇഷ്ടമുള്ളവരെ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇഷ്ടമുള്ളവരെ, അല്ലെങ്കിൽ ഹോൾഡ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ പൈസ ഉള്ളവർക്ക്, ഈ പറഞ്ഞ സെലിബ്രിറ്റികൾക്ക് മാത്രമായിട്ട് ഉള്ള ഒരു നിയമമാണ്. അപ്പൊ സാധാരണക്കാരപ്പം എന്ത് ചെയ്യണം? നിയമം കയ്യിലെടുത്തോട്ടെ. അതാണോ ഞങ്ങൾ ചെയ്യേണ്ടത്? നിയമം കയ്യിലെടുക്കാം, ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാം. അല്ല കൂടുതൽ കേസ് എങ്ങാനും കൊടുത്തു കഴിഞ്ഞാലോ, അവള് ഇത് സ്ഥിരം കേസ് കൊടുക്കുന്നതാണ്, അവൾക്കൊരു ശീലമാണ്. അപ്പൊ ഞങ്ങൾ സാധാരണക്കാരെന്താ ചെയ്യേണ്ടത്?
ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, കോടതിയോ നിയമമോ പറഞ്ഞിട്ടുണ്ടോ ഒന്നോ രണ്ടോ കേസ് കൊടുക്കാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കേസ് കൊടുക്കുന്നതാണ്, അവളുടെ കേസൊക്കെ തള്ളിക്കളഞ്ഞേക്കാം, അത് വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, ഞങ്ങളപ്പോ നിയമം കയ്യിലെടുക്കണോ? ഞങ്ങളപ്പോ ഒന്ന് രണ്ട് ഇൻസിഡന്റ് ഉണ്ടായി. മൂന്നാമതൊരു ഇൻസിഡന്റ് ഉണ്ടാവുമ്പോൾ മൂന്നാമത്തെ ഒരു ഇൻസിഡന്റ് കൊടുത്തു കഴിഞ്ഞാല് അപ്പൊ തന്നെ പറയുവാണ്, സ്ഥിരമായിട്ട് കേസ് കൊടുക്കുന്നതാണ്, അപ്പൊ അവിശ്വസനീയം എന്ന് പറഞ്ഞു തള്ളണോ? അപ്പൊ ഞങ്ങളൊക്കെ ഇനിയിപ്പോ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഞങ്ങൾക്ക് നിയമത്തിന് ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. സെലിബ്രിറ്റിയുടെ കാര്യങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് സ്പീഡായിട്ടുള്ള ഇത് കാര്യങ്ങളുള്ളൂ. ഇതിൽ ഹണി റോസിനല്ല ഞാനിതിൽ കുറ്റപ്പെടുന്ന, ഹണി റോസിനോടും കൂടിയാ പറയുന്നത്. ഞങ്ങളെപ്പോലുള്ള സ്ത്രീകള് ഞങ്ങളെ പോലുള്ള സാധാരണ സ്ത്രീകളുടെ ഒരു പരാതിക്കോ കാര്യങ്ങൾക്കോ ഒരു നടപടി ഉണ്ടായിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ഈ നടപടി ഉണ്ടായത് എന്നും കൂടി ഞങ്ങൾ കൂടി പറഞ്ഞു തരിക. എവിടെ കോണ്ടാക്ട് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു സാധാരണ പരാതിയാണ് കൊടുത്തത്, എങ്ങനെയാണ് നിങ്ങൾ പരാതി കൊടുത്തത്, ഞങ്ങൾക്ക് കൂടി പറഞ്ഞു തരിക. ഞങ്ങൾ അങ്ങനെ കൊടുത്തു നോക്കട്ടെ. എന്നിട്ടും ഇവിടുത്തെ നിയമത്തിന് ഒരു മാറ്റം ഉണ്ടാവും പോകുന്നില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് ഒരു തീ ഉണ്ടാവും. നമ്മൾ ഈ കേരളത്തിൽ ജീവിക്കുന്നു. സ്ത്രീയെ അതിൽ നിയമം അവർ വകുപ്പ് കൊടുത്തിട്ടുണ്ട്, സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീത്വത്തെ അപമാനിച്ചു. അതിൽ ഹണി റോസിന്റെ പോസ്റ്റിൽ പറയുന്നുണ്ട് ദ്വയാർത്ഥത്തോടുകൂടിയുള്ള ഇതെന്നുള്ളത്. ഇത് ദ്വയാർത്ഥമൊന്നുമില്ല, നേരിട്ടുള്ള അർത്ഥത്തോടുകൂടി ഈ പറഞ്ഞ വൃത്തികേടുകളെല്ലാം കേൾക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പൊ ഞങ്ങൾക്കൊന്നും ഈ നിയമമൊന്നും ഇല്ലേ? അപ്പോ ഇല്ല, അതറിയാം. ആര് പ്രവർത്തിച്ചിട്ടോ പ്രതികരിച്ചിട്ടോ ഒരു കാര്യമൊന്നുമില്ല, ഇല്ല, ആ നിയമവും ഇല്ല. പക്ഷെ നമ്മൾക്ക് ഇതിന് ഉള്ളിൻ്റെ ഉള്ളിലൊരു ഇതുണ്ടാവും, ഒരു പ്രതികരണ ശേഷി ഉള്ളവർക്ക് എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് സോഷ്യൽ മീഡിയയിൽ ചോദിക്കാൻ കാരണം. ഒരുപാട് സ്ത്രീകളുണ്ട്, സ്ത്രീകളുടെ വിഷയം എന്നുകൊണ്ടാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞ എടുത്താണ്. ഒരുപാട് പുരുഷന്മാരും ഉണ്ട് ഈ സമൂഹ മാധ്യമത്തിലൂടെ ദ്വയാർത്ഥവും നേരിട്ടുള്ള അർത്ഥത്തിൽ അനുഭവിക്കുന്നത്. ഞങ്ങളൊന്നും സൈബർ കേസ് കൊടുക്കുമ്പോൾ ഇത്ര ഫാസ്റ്റ് ആയിട്ട് ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഹണി റോസ് ഒന്നും ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ എങ്ങനെയാണ് ഈ പരാതി കൊടുത്തത്, ഇത്ര സീരിയസ് ആയിട്ട് പെട്ടെന്ന് ഇതിന് നടപടിയൊക്കെ എടുക്കാനായിട്ട് ആരെ കണ്ടു? DCP-നെയാണോ, കമ്മീഷണറെയാണോ, അല്ലെങ്കിൽ നേരിട്ട് സൈബർ സെല്ലിലാണോ കണ്ടത്? ഞങ്ങൾക്കൊക്കെ ഒരുപാട് അധിക്ഷേപം, നേരിട്ട് വൃത്തികേട് നേരിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഞങ്ങൾക്കും നിങ്ങൾ പോയ വഴികൾ കണ്ടറിഞ്ഞാൽ കൊള്ളായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ നമ്മൾ ലോക്കൽ സ്റ്റേഷനിലേക്ക് കൊടുക്കണോണ്ടോ, അല്ലെങ്കിൽ സൈബർ സെല്ല് കൊടുക്കണോണ്ടോ, അല്ലെങ്കിൽ സൈബർ സെല്ല് മുകളിലേക്ക് ഇനി വല്ല വകുപ്പുകളുണ്ടോന്ന് അറിയില്ല. ആരെയാണ് ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്ക് ഒരു പെട്ടെന്നുള്ള നടപടി എടുക്കാനും പെട്ടെന്നുള്ള ഇതെല്ലാം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ഞങ്ങൾ ആരെയാണ് കാണേണ്ടത്? ഇത് ഹണി റോസിനോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് ഹണി റോസ് കാണുമെന്നൊന്നും എനിക്കറിയില്ല. കേരള പോലീസിനോടും ഗവൺമെന്റിനോട് ചോദിക്കുന്നത്, സ്ത്രീകളെ നിങ്ങൾ നിയമത്തിന്റെ പേരിൽ കാറ്റഗറി തിരിച്ചിട്ടുണ്ടോ? സെലിബ്രിറ്റിക്ക് ഒരു നിയമം, സെലിബ്രിറ്റിക്ക് ഇത്ര സ്പീഡിൽ കൊടുക്കണം, സാധാരണ ഒരാൾക്ക് ഇത്ര സ്പീഡ് മതി, ഇത് ഇങ്ങനത്തെ ഒരു സ്ത്രീ, അത് അങ്ങനത്തെ ഒരു സ്ത്രീ, അങ്ങനെ എന്ന് പറഞ്ഞിട്ട് കാറ്റഗറി തിരിച്ചിട്ടുണ്ടോ? ഒരു സാധാരണ ഒരു പൗരൻ എന്ന രീതിയിൽ നമുക്ക് തോന്നാം ഇവിടെ ഒരു മാറ്റവും ഒരു കുന്തോ നടക്കാൻ പോണില്ല. ഇതിങ്ങനെ പ്രതികരിക്കാന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഒരു സങ്കടം മാറാന്നല്ലാതെ ഇതിൽ ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ.